ഹായ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറിന് AC ഫിൽറ്റർ വെക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. അതായത് 2010 പുറകോട്ടുള്ള മാരുതിയുടെ കാറുകളിൽ AC ഫിൽറ്റർ, ക്യാബിൻ AC ഫിൽറ്റർ ഇല്ല. അപ്പം നമ്മളത് അഡീഷണൽ ആയിട്ട് വെക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ മേടിച്ചേക്കുന്ന വാഗണാറിൻ്റെ എസ്റ്റിലേക്കും ആൾട്ടോയ്ക്കൊക്കെ വെക്കാൻ പറ്റിയ അതുപോലത്തെ തന്നെ സെയിം ഒരു AC ഫിൽറ്ററാണ്. അപ്പം അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബൂട്ട് നമ്മൾ ഊരിയെടുക്കണം. നമ്മുടെ സാധനങ്ങൾ വെക്കുന്ന ആ ഒരു ഭാഗം ഊരിയെടുത്ത് കഴിഞ്ഞാൽ നേരെ വരിക. ഇത് കണ്ടോ, ഇതായിട്ടാണ് കാറിൻ്റെ AC ഫിൽറ്റർ ഇരിക്കുന്നത്. ഈ വാഗണാർ പോലുള്ള കാറുകൾക്കൊക്കെ ഇവിടെ ഒരു 2010 മുമ്പുള്ള വണ്ടികൾക്കൊക്കെ ഇവിടെ ഇത്ര ഭാഗം ഊരിയെടുത്ത് അതിനകത്ത് ഫിൽറ്റർ കയറ്റി വെക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ ഇത്ര ഭാഗങ്ങൾ അത് കട്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ സെൻ എസ്റ്റിലേക്ക് AC ഫിൽറ്റർ വെക്കുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ ഇത്രയും ഭാഗം നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കണം. അത് കുറച്ച് ടാസ്ക്കാണ്, എന്നാലും നമുക്ക് നോക്കാം. ടാസ്ക് ആണല്ലേ. ടൂൾസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് വെച്ചാട്ടോ ചെയ്യുന്നത്? കട്ടിങ് കാണിച്ചത് അതാ കത്തി വെച്ചിട്ടാട്ടോ മുറിക്കുന്നത്. കാരണം ക്യാബിൻ ഫിൽറ്റർ ഇല്ലെങ്കിൽ ഇതെന്ത് ഇതിന്റെ യൂസ്? ശുദ്ധവായു. ഓഹോ, ഇത്ര സ്ട്രോങ് പൊട്ടിപ്പോയി ഗൈസ്. അയ്യോ, ഒടിഞ്ഞു പോയി. മുറിച്ചതിന് ശേഷം നമുക്ക് കാണാവേ. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ 3 സൈഡ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. കേട്ടോ, തുറക്കാവുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അത്ര എളുപ്പമൊന്നും അല്ല. കാണിച്ചു തരാമേ. ഇത് കണ്ടോ, പുതിയ കത്തിയാണ്. പുതിയ കത്തി ഇത്രയായി. കാരണം ഒടിഞ്ഞൊടിഞ്ഞ് പോവാണ്. കാരണം നമ്മളിത് പ്രതീക്ഷിച്ചിട്ടില്ല, ഇത്ര കട്ടി കാണുമെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പേപ്പർ കട്ട് ചെയ്യുന്ന കട്ടും കൊണ്ടാണ് ഇത് കട്ട് ചെയ്യാൻ വരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പോൾ ഒന്നുമില്ല, അത്ര വലിയ റിസ്ക്കുമല്ല. കാരണം എന്താ പറയുക, ഒന്ന് ഈ ചൂടിൻ്റെയാണ് ഈ വേർത്തിരിക്കുന്നത്, അല്ല പണിയെടുത്തിട്ട് വേർത്തൊന്നുമില്ല. പിന്നെ അപ്പം ഇത് പുതിയ, അതായത് പഴയ സെന്നീസിലുള്ളവരും ആൾട്ടോ ഉള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം. AC ഫിൽറ്റർ അതിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. 2010 മുമ്പോട്ടുള്ള വണ്ടിയുടെ. അപ്പം സിമ്പിളാണ്, ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇനി മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബ്ലോവറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വേണം AC ഫിൽറ്റർ വെക്കാനായിട്ട്. ഇതാണ് നമ്മുടെ ഫിൽറ്റർ. ഈ ഫിൽറ്ററിനകത്ത് കയറുമെന്ന് നോക്കണം. അത് എഴുതിയിട്ടുണ്ട്, അപ്പെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പ് ഈ ഭാഗമാണ് മേൽവശമായിട്ട് വരേണ്ടത്, ഇത് താഴെ. ഇത് വെക്കാവുന്ന രീതിയിലോട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾ ഷർട്ട് ഇട്ടുകൊണ്ടുള്ള ഇൻട്രോ കണ്ടു. രണ്ടാമത് നിങ്ങൾ ബനിയൻ ഇട്ടുകൊണ്ട് പറയുന്നത് കണ്ടു. മൂന്നാമത് ഇപ്പോൾ ബനിയന് ഊരി. എന്താ ഇത്? എന്തോ ഒരു കുഴപ്പം. പക്ഷെ പുള്ളി അത് ചെയ്യും. നേരത്തെ ശ്രമത്തിന് ശേഷം അത് ഫിറ്റ് ചെയ്തു. ഈ ബ്ലോവർ എന്താ ഞാൻ ഊരിന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ബ്ലോവർ ഊരിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ആ കട്ട് ചെയ്തപ്പോൾ കുറച്ച് അഴുക്കുകളൊക്കെ അതിനകത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ബ്ലോവർ ഞാൻ ഊരിയത്. പിന്നെ നമുക്ക് AC ഫിൽറ്റർ വെക്കാം. ഫ്ലാഷ് ഓൺ ആക്കിയിട്ടിട്. വൃത്തിക്ക് ചെയ്യുകയാണ്. AC ഫിൽറ്റർ വെച്ച് ഇനി വിറ്റ് ചെയ്യാൻ പോകുന്ന ബ്ലോവറാണ്.
ഞാൻ ബ്ലോവറും കൂടെ ഫിറ്റ് ചെയ്യാം. AC ഫിൽറ്റർ ഫിറ്റ് ചെയ്തു കേട്ടോ. വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ടൂൾസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പറ്റി വെച്ചത്. നമ്മൾ ഈ 10 യാർഡ് ഒരു കത്തിയും വെച്ചിട്ടാണ് ഈ AC ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ വന്നത്. അവസാനം KNK ഓട്ടോമൊബൈൽസ് പോലെ എല്ലാം വലിച്ചു കത്തിയായി ചുറ്റികയായി ഇതെല്ലാം ലാസ്റ്റ് വേണ്ടി വന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റിക് ഭയങ്കര ഹാർഡ് പ്ലാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലോ ബോക്സ് വെക്കുന്നതിന് മുമ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല. എന്നെ കണക്ക് ഇങ്ങോട്ട് അടിച്ച് നമ്മുടെ AC ഫിൽറ്റർ ഇതിൻ്റെ ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇതിനകത്തൂടെ നോക്കിയാൽ കാണാറുള്ള ഫിൽറ്റർ പഴയ വണ്ടി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഇതുപോലെ വെച്ച് അടച്ച് വെച്ചേക്കാണ്. അത് നമ്മുടെ AC ഫിൽറ്റർ ഇരിക്കുന്ന കാണാം. വണ്ടിയിലെ പൊടികളൊന്നും വലിയ കാര്യമാക്കണ്ട. ഇതെല്ലാം ഞാൻ തുടച്ചിട്ടേ നമ്മുടെ ഗ്ലൗ ബോക്സ് നമ്മൾ വെക്കത്തുള്ളൂ. ഇതുപോലെ ടേപ്പ് ഒട്ടിക്കണം. വേറൊരു ക്യാപ്പ്, ഇവിടെ ഒരു ക്യാപ്പുണ്ട്, വാഗണാറിൻ്റെ ക്യാപ്പ് പറഞ്ഞാൽ AC കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും, ഈ സ്പെയർ പാർട്സ് കടയിൽ. ആ ക്യാപ്പ് മേടിച്ചിട്ടാൽ മതി. അങ്ങനെ നമ്മൾ AC ഫിൽറ്ററിൻ്റെ പണി മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്. AC ഫിൽറ്റർ എല്ലാം ഫിറ്റ് ചെയ്തു, AC ഓണാക്കി നോക്കി. നല്ല കൂളിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഈ പഴയ സെൻഎസ്റ്റിലേക്ക് 2007 അല്ലെങ്കിൽ 2010 മുൻപോണ്ടുള്ള അതായത് മാരുതി വണ്ടികൾക്ക് മിക്കതിനും AC ഫിൽറ്റർ ഇല്ല. ഈ AC ഫിൽറ്റർ എന്തായാലും അത്യാവശ്യമാണ് വണ്ടിക്കകത്ത്. നമ്മൾ കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ACയുടെ ഇത് കണ്ടല്ലോ, AC വെൻറ്റിനകത്തൊക്കെ നോക്കിയാൽ മതി, ഭയങ്കരമായിട്ട് പൊടികളൊക്കെ കാണാൻ സാധിക്കും. AC വെൻറ്റിനകത്തെല്ലാം നല്ല പൊടികൾ വരും. അതുകൊണ്ടാണ് ഈ AC ഫിൽറ്ററിൻ്റെ ആവശ്യമല്ല, അത്യാവശ്യമാണ് മനസ്സിലായത്.